ഇന്ന് നമ്മൾ ജിന്ദുവിൻ്റെ കൂടെ നൈറ്റ് ചുമ്മാ ഗുരുവായൂർ വരെ പോവാണ്. വെറുതെ ഇരുന്നപ്പോൾ നമുക്ക് ഗുരുവായൂർ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാണ്. ചേട്ടൻ ഇവിടെ ഉള്ള സമയങ്ങളിൽ നമുക്കിങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും ചേട്ടൻ മാസത്തിൽ 2 പ്രാവശ്യത്തിൽ വരുള്ളൂ. നമ്മൾ ഗുരുവായൂർ എത്തി. അത് നമ്മൾ ചിലർക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോയില്ല. അതുപോലെ എനിക്കും ചേട്ടായിക്കും രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിൽ മിൽക്ക്. അപ്പോൾ നമ്മൾ അവിൽപ്പുറയിൽ നിന്ന് അവിൽ മിൽക്കൊക്കെ കഴിക്കാം എന്ന പ്ലാനിൽ നമ്മൾ അവിൽപ്പുറമൊക്കെ ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു അവിൽപ്പുറയുടെ വലിയ ഷോപ്പ് കണ്ടു. പക്ഷേ നല്ല തിരക്കായിരുന്നു. അത് ഇരിക്കാൻ പോലും സ്ഥലമില്ല. നമ്മളവിടെ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും എടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗുരുവായൂർ തന്നെ ഞാനൊരു അവിൽപ്പുറയുടെ ചെറിയൊരു കട കണ്ടു. അവിടെ തിരക്കൊന്നുമില്ല. ഞാൻ ജിന്ദുവിനോട് നമുക്കൊന്ന് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിൽപ്പുറയിൽ കയറി അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് നല്ല മഴ. പിന്നെ ഞങ്ങൾ ആ മഴയൊക്കെ ആസ്വദിച്ച് അവിൽ മിൽക്കൊക്കെ കഴിച്ചു. അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന ആപ്പിളിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നൊക്കെ ജാനുവിനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഹാപ്പി. എന്തായാലും മഴ തുറന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പതുക്കെയാണ് കഴിച്ചത് കേട്ടോ. കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ കട കണ്ടപ്പോൾ കുറച്ച് പ്ലം വാങ്ങി. അങ്ങനെ പോരാൻ നേരത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചേട്ടയ്ക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ മുടിയും കൂടെ വെട്ടാം എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുട്ടിയും വലിയ ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാനായിട്ട് കയറി. ചേട്ടായി എന്തിനിങ്ങനെ പറ്റടിക്കുന്നതെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ചേട്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാറുണ്ട്. അതുകൊണ്ട് ചേട്ടായി ഇടയ്ക്ക് മുടി മൊത്തത്തിൽ വെട്ടി കളയാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ചാച്ചാ.